ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലെ പാരോ എയർപോർട്ടിലാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും സാഹസികമായ എയർപോർട്ടിലൊന്നാണ്. നിങ്ങൾക്ക് കാണാം, അവിടെ മലനിരകൾ മുഴുവനും മഞ്ഞു മൂടി കിടക്കുകയാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7300 അടി ഉയരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ലാൻഡിങ്ങും അതുപോലെ തന്നെ ടേക്ക് ഓഫും വളരെ സാഹസികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇത് പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ പൈലറ്റ്സിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവാണ്, നമുക്കത് കാണാം. ഈ പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭൂട്ടാൻ്റെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു എയർപോർട്ടാണ്. 1980 മുമ്പ് ഭൂട്ടാനിലേക്ക് എത്താനായിട്ട് പ്രധാനമായിട്ടും റോഡ് മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മലനിരകളും കഠിനമായ യാത്രയൊക്കെ കാരണം വിദേശികൾ ഇവിടെ എത്തുന്നത് വളരെ കുറവായിരുന്നു. 1981 ഈ എയർപോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ റൺവേ വളരെ ചെറുതായിരുന്നു, വളരെ ബേസിക്കുമായിരുന്നു. പിന്നീട് ടൂറിസം യാത്രകളും ഒക്കെ വർദ്ധിപ്പിച്ചതോടുകൂടി എയർപോർട്ട് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്തെടുത്തു. ഭൂട്ടാൻ്റെ തന്നെ എയർലൈൻസ് ആയിട്ടുള്ള ഡ്രൂക്ക് എയർ എന്ന് പറയുന്നത് 1983 ആരംഭിച്ചത്. അതിനുശേഷമാണ് ഈ ഭൂട്ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചു രാജ്യം മറ്റു ലോകവുമായിട്ട് കണക്റ്റായി വന്നത്. പിന്നീട് ഞങ്ങൾ പോയത് ഗ്രഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. ഗ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു സാറിനെ കാണാനുണ്ട്. ഈ ഭൂട്ടാനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻ റോഡ്സിൻ്റെ പിന്നിലൊക്കെ ഇവരുടെ വർഷങ്ങളായിട്ടുള്ള ഹാർഡ് വർക്കാണ്. ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് സാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാറിനെ കണ്ടു, കുറച്ച് നേരം സംസാരിക്കാൻ പറ്റി. ഈ ഭൂട്ടാൻ എന്നുള്ള രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്കും ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയിട്ട് ഇന്ത്യ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അവിടുന്ന് മനസ്സിലായി. സാറ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് നിർബന്ധിച്ചിരുന്നെങ്കിലും ഞങ്ങൾ അവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ച് അവിടുന്ന് പോരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ സാറ് കുട്ടികൾക്ക് വേണ്ടി കുറേ ചോക്ലേറ്റ്സും ഒക്കെ തന്നയച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. വഴിയരികിൽ കണ്ട ഈ ഭംഗിയുള്ള സ്തൂപ വളരെ കൗതുകം ഉണ്ടാക്കി. ഈ ഭൂട്ടാനിൽ ചുറ്റിയടിക്കുന്നതിനിടയിൽ പലയിടത്തും നമ്മൾ ഇങ്ങനത്തെ സ്തൂപകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് മടങ്ങുന്നതിനിടയിൽ ഒരു ബോർഡ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. താഷി ഡലേക്ക് എന്നാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല വിഷസ് ഉണ്ടാവട്ടെ, മംഗളങ്ങൾ നേരുന്നു, നല്ല ഭാഗ്യമുണ്ടാവട്ടെ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെയും ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. ഈ പ്രദേശങ്ങളൊക്കെ ചുറ്റി കാണുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇന്ന് നമ്മൾ യാത്ര ആരംഭിച്ചത് പുനോക്കയിൽ നിന്നാണ്. നമ്മൾക്ക് ഇന്നത്തെ സ്റ്റേ പാരോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാരോയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പാരോ എന്ന് പറയുന്നത് ഭൂട്ടാനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ മനോഹരവുമായ സ്ഥലങ്ങളിലൊന്നാണ്. പാരോ വാലി മുഴുവനും ഗ്രീൻ മൗണ്ടൻസും റിവേഴ്സും മൊണസ്ട്രീസും ട്രഡീഷണൽ ഭൂട്ടാനീസ് ഹൗസസ് ഇവ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂട്ടാനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ വാലീസിൻ്റെ ലിസ്റ്റിൽ എപ്പോഴും പാരോ എന്ന് പറയുന്നത് മുൻപന്തിയിൽ തന്നെയാണ്. ചരിത്രപരമായി നോക്കിയാലും ഭൂട്ടാൻ്റെ പഴയ ട്രേഡ് റൂട്ട്സ് പാരോന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ടിബറ്റുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിലും ഈ പ്രദേശത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഈ പാരോൻ്റെ ഭാഗത്തു കൂടെ ഒഴുകുന്ന നദിയാണ് പാരോ ചൂ എന്നറിയപ്പെടുന്നത്. ഈ മലകളുടെ ഇടയിലൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവുമായിട്ടാണ് ഈ റിവർ ഒഴുകുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണത്. അങ്ങനെ ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലെത്തി. മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് നമ്മളുടെ ഗൈഡ് നമ്മളോട് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ പെട്ടെന്ന് കണ്ടത് ആ കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജായിരുന്നു. അതാകെ തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് പേടിയായി, ഇനി ഇതിൽ കൂടി എങ്ങാനും നടക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോഴാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള പുതിയതായിട്ട് പണിതിട്ടുള്ള ഈ ബ്രിഡ്ജ് കാണിച്ചു തന്നത്. ഇവിടെ നമുക്ക് ഭൂട്ടാനീസ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രെയർ ഫ്ലാഗ്സ് ഒക്കെ കാണാൻ പറ്റും. ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ ചെറുതായിട്ടൊരു ഷെയ്ക്ക് ചെയ്യുന്നതായിട്ട് തോന്നും. പക്ഷേ നമുക്കിത് മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത്ര പേടി തോന്നിയില്ല. പിന്നെ അന്ന് കണ്ട ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അത്ര വലിപ്പവും ഇതിനില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ധൈര്യമായിട്ടാണ് ഇതിൽ കൂടെ നടന്നതും ഫോട്ടോസൊക്കെ എടുത്തതും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇത് കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു. കാരണം വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഒരിനം ചെടിയാണിത്. ഇത് ഇവിടെ അങ്ങിങ്ങായിട്ട് കാണാമെന്നുള്ളത് നമ്മുടെ
ഗൈഡ് ചേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നു. പിന്നീട് ഞങ്ങൾ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് നന്നായിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഏറ്റവും ഭംഗി ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കാണാനാണ്. ഇവിടുത്തെ നല്ല സുഖമുള്ള കാലാവസ്ഥയും ഇതിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നതായിട്ട് നമുക്ക് തോന്നി. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെയും യാത്ര തിരിച്ചു. ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം. അതിൻ്റെ ഇടയിൽ പരമാവധി ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം യാത്ര ചെയ്യണം. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ പലയിടത്തും നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഗൈഡ് പറഞ്ഞത് ഇത് അടുത്ത നെൽകൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ഭൂട്ടാനിൽ പ്രധാനമായിട്ടും ഇങ്ങനത്തെ വാലികളിലാണ് നെൽകൃഷി കണ്ടുവരാറുള്ളത്. അതും അവർ റെഡ് റൈസ്, വളരെ ചെറുതായിട്ടുള്ള റെഡ് റൈസാണ് അവർ കൃഷി ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പാരോ ടൗണിലേക്ക് പോയി. ടൗണിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ചിക്കൻ, ബീഫ്, പോർക്ക് എല്ലാത്തിൻ്റെയും ഓരോ വിഭവങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ഗൈഡ് ചേട്ടനും നമ്മളോടൊപ്പമാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. ചിക്കൻ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കിട്ടുമെന്നുണ്ടെങ്കിലും ബീഫും അതുപോലെ തന്നെ പോർക്കും ഇവിടെ ഉണങ്ങിയ രീതിയിലാണ് കിട്ടാറുള്ളത്. ധ്യാൻ കഴിച്ചത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. നമ്മളുടെ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് പോലത്തെ ടേസ്റ്റാണ് അതിനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള റെഡ് റൈസ് ഇല്ലേ, നേരത്തെ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള റെഡ് റൈസ്, അത്തരത്തിലുള്ള ചെറിയ റെഡ് റൈസാണ് അധികം വേവിക്കാതെ ഇവർ ഉപയോഗിക്കാറുള്ളത്. ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ പീസസ് ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇട്ടിട്ട് അധികം മസാലയൊന്നും ഇടാണ്ട് ഒരു ചിക്കൻ കറി. അങ്ങനെ ഭൂട്ടാനീസ് ലഞ്ചിന് ശേഷം ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് പോയത്. ഭൂട്ടാനീസ് വിശേഷങ്ങളുമായി യാത്രകൾ തുടരും.